കട്ടപ്പന ഹിന്ദു ഏകതാ സമിതി സമ്മേളനം 29-ന് കട്ടപ്പനയിൽ നടക്കും. റിട്ടയർഡ് PSC അണ്ടർ സെക്രട്ടറി ഉദയകുമാർ പനങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യും. ലോകത്തെ ഏറ്റവും പ്രാചീനമായതും ഇന്നും തനിമ നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നതുമായ ഹിന്ദു സംസ്കാരത്തിന്റെ പൂർവാധികം ശക്തിയോടെയുള്ള നിലനിൽപ്പ് ഇന്ന് ലോകത്തിന് എത്രമാത്രം ആവശ്യമാണെന്ന് സമകാലീന സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കുടുംബസങ്കല്പവും യോഗയും ഗീതയും പ്രകൃതി പൂജയും ലാളിത്യവും സേവന മനോഭാവവുമെല്ലാം ലോകം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് നമ്മെ അഭിമാനമുള്ളവരാക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇവയൊക്കെ തകർത്ത് നമ്മെ അസംഘടിതരാക്കി അടിമകളാക്കാനും നമ്മുടെ കുട്ടികളെ പ്രണയഗണിയിൽപ്പെടുത്തി മതജനസംഖ്യ കൂട്ടാനും കൊച്ചു കുട്ടികൾ തുടങ്ങിയവരുൾപ്പെടെ മയക്കുമരുന്നിന് അടിമകളാക്കി സമൂഹത്തെ നശിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് നമ്മുടെ കൺമുന്നിൽ കാണുന്നത്. സംഘടിത സമാജമെന്ന ആത്മവിശ്വാസമാണ് ഇത്തരം ഏത് പ്രതിസന്ധിക്കും ഏകപരിഹാരം. ജാതി രാഷ്ട്രീയ ഭേദമില്ലാതെ നാം ഒന്നാണെന്ന ചിന്തയിലൂടെ ലഭിക്കുന്ന ശക്തി ഇത്തരം പ്രതിസന്ധികളെ നേരിടാൻ നമ്മുടെ തലമുറയ്ക്ക് ശക്തി പകരും. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 100ാമത് വാർഷികം ശതാബ്ദിയോടനുബന്ധിച്ച് ഭാരതമാസകലം നമ്മൾ ഹിന്ദു ഏകതാ സമ്മേളനം എന്ന പേരിൽ വലിയ സമ്മേളനം നടത്തപ്പെടുകയാണ്. അത് ശതാബ്ദിയോടനുബന്ധിച്ച് നടക്കുന്ന ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഭാഗമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത വലിയ സമ്മേളനങ്ങൾ ഒഴിവാക്കിയിട്ട് ഗ്രാമങ്ങളിലെ ചെറിയ സമ്മേളനങ്ങൾ എന്ന നിലയിലാണ് പ്ലാൻ ചെയ്യുന്നത്. കോർപ്പറേഷനുകളിലൊക്കെ വാർഡ് അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് ഹിന്ദു ഏകതാ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. ഭാരതത്തിലാകമാനം 50,000-ലധികം ഗ്രാമങ്ങളിലാണ് നമ്മൾ ഏകതാ സമ്മേളനങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 36,000-ലധികം സമ്മേളനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു. കേരളത്തിലെ 2,300 ഗ്രാമങ്ങളിലാണ് നമ്മൾ ഏകതാ സമ്മേളനങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഏകദേശം 2,000-ലധികം ഏകതാ സമ്മേളനങ്ങളുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അപ്പുറത്തേക്ക് ഒരു സമൂഹത്തെ അതിൻ്റെ സാംസ്കാരിക തലത്തിൽ ഒന്നിക്കുക എന്നുള്ളതാണ് സംഘത്തിൻ്റെ ലക്ഷ്യം. ജാതി മത ചിന്തകൾക്കപ്പുറത്തേക്ക് ദേശീയ ഹിന്ദുത്വം എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരിക. ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നായർ, ഈഴവ, അതല്ലെങ്കിൽ ജാതി അടിസ്ഥാനത്തിലുള്ള ചിന്തകളായിരുന്നു കൂടുതലുണ്ടായത്. ഹിന്ദു എന്ന കൺസെപ്റ്റിലേക്ക് വളരെ കുറവായി. പക്ഷേ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ഹിന്ദു നവോത്ഥാന നായകന്മാരൊക്കെ അവരുടെയൊക്കെ അശ്രാന്തമായ പരിശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദേശീയ ഹിന്ദു എന്ന കോൺസെപ്റ്റിലേക്ക് വരികയും അതിനെ ഇനിയും നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി മതജാതിക്ക് അതീതമായി ദേശീയത എന്ന കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരികയാണ് ഭാരതത്തിലാകമാനം ഈ ഹിന്ദു ഏകതാ സമ്മേളനം നടത്തുന്നതിൻ്റെ ലക്ഷ്യം. ഏകദേശം 10 കോടിയിലധികം ആൾക്കാർ ഇപ്പോൾ തന്നെ ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഭാരതത്തിൽ. ഇതൊരു വലിയ റെവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ്. അത് കേരളത്തിൽ 2,000-ലധികം നടക്കുകയും അതിൻ്റെ എണ്ണം ഇപ്പോൾ കണക്ക് വരുന്നുണ്ട്. ഏകദേശം ഒരു 1,000-2,000 പേര് വീതം വരുന്ന സമ്മേളനങ്ങളാണ് ഇപ്പോൾ നടന്നത്. ഇത്തരത്തിലുള്ള സംഘടിത ശക്തി രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് ഹിന്ദു ഏകതാ സമ്മേളനങ്ങളെന്നും സംഘാടകർ പറഞ്ഞു. 29-ന് 3 മണിക്ക് കട്ടപ്പന ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനം സ്വാഗത സംഘം ചെയർമാൻ PK ശിവൻ അധ്യക്ഷനായിരിക്കും. കൊല്ലം ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയം ജില്ലാ കോർഡിനേറ്റർ ബ്രഹ്മകുമാരി അംബിക ബെഹൻജി അനുഗ്രഹ പ്രഭാഷണം നടത്തും. VHP ക്ഷേത്രീയ ധർമ്മ പ്രസാർ പ്രമുഖ് V മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തും. ശശികുമാർ MP, KK സുശീലൻ, CN രാജപ്പൻ ആചാരി, PR മുരളീധരൻ, അജിത് K മുരളീധരൻ, രവി പുതുപ്പേടം, റജി കൊട്ടക്കാട്ട് തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ബാബുരാജ് ശർമ്മ, റജി കൊട്ടക്കാട്ട്, PK ശിവൻ, ജയ്മോൻ KR, അനിൽ ചെമ്പകശ്ശേരിൽ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the right beginning for your child? Admissions are now open for 2026 to 2027 at St. Martha's English Medium Nursery School, Kattapana. Managed by St. Martha's Sisters,
Our school offers a caring and secure environment where children learn with confidence and joy. With qualified teachers, a CBSE curriculum, engaging cultural activities, and a campus surrounded by natural beauty, we focus on the complete growth of every child. Transportation facilities are available for your convenience. To know more, call 98465 21767 or 99613 23329. St. Martha's English Medium Nursery School, Kattapana, where little learners grow with love.